വിഷയം ദിലീപ് തന്നെയാണ്. ദിലീപിൻ്റെ നീക്കം മഞ്ജുവിനെതിരെ നിയമ നടപടി. പോർക്കളം തുറക്കുമ്പോൾ മഞ്ജു വാര്യർ വേഴ്സസ് ദിലീപ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരുപാട് ന്യൂസുകൾ നിങ്ങൾ എന്താണെങ്കിലും കണ്ടു കാണും. അതിൽ തന്നെ നിയമ നടപടിക്ക് ഒരുങ്ങി ദിലീപ് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നൊക്കെ പറഞ്ഞ് ദിലീപിൻ്റേതായിട്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ക്ലെയിമുകൾ ന്യൂസ് ചാനലുകളിൽ വരുന്നുണ്ട്. അതിൽ തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇതിലൊരു ഗൂഢാലോചന ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാലം ഇപ്പം ഞാനാണെങ്കിലും നമ്മൾ സംസാരിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ 8 വർഷവും നമ്മൾ പറഞ്ഞ പേഴ്സ്പെക്റ്റീവ് അല്ലാത്ത ഒരു നറേറ്റീവ്, ഓക്കെ, നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മളിൽ ആരും അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആലോചിക്കാത്ത രീതിയിലുള്ളൊരു നറേറ്റീവാണ് കഴിഞ്ഞ ദിവസം ഫ്രീ ആക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റവാളിയല്ല എന്ന് കോടതി വിധി പറഞ്ഞ ദിലീപ് പുറത്തിറങ്ങി പറഞ്ഞത്. ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം വരുന്നത് എൻ്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യർ ആ പറഞ്ഞ ഗൂഢാലോചന എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ്. ക്രിമിനൽ ഗൂഢാലോചന. ഓക്കെ, അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ദിലീപ് പുറത്തിറങ്ങിയതിന് ശേഷം മഞ്ജു വാര്യരുടെ പേര് എടുത്തു പറഞ്ഞു. അതുകൊണ്ട് IGP സന്ധ്യയുടെ പേര് എടുത്തു പറഞ്ഞില്ല, ബട്ട് പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞ് റെഫർ ചെയ്തത് IGP സന്ധ്യയെ തന്നെയാണ് എന്നുള്ളത് എഗെയിൻ നിങ്ങൾ സോഷ്യൽ മീഡിയയും ന്യൂസൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട്. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെടുത്ത് നോക്കുന്നത് ഇതിൻ്റെ ഇവർ ഈ പറഞ്ഞത് സോ കോൾഡ് പേഴ്സ്പെക്റ്റീവ്, ഇതിൽ ദിലീപിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചന ആദ്യം മുതലേ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആദ്യം മുതലേ ഈ നറേറ്റീവ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരുന്നോ എന്നുള്ളതിലേക്കാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാനും കേൾക്കാനും പോകുന്നത് എന്നുള്ളത്. എഗെയിൻ ഞാൻ പറയുന്നു, ഈ ഒരു പേഴ്സ്പെക്റ്റീവ് എവിടുന്ന് വന്നു അല്ലെങ്കിൽ ആദ്യം മുതലുണ്ടോ എന്നുള്ളതിൻ്റെ റൂട്ട്സാണ് ഞാൻ തപ്പുന്നത് ഈ വീഡിയോനകത്ത്. മനസ്സിലായില്ലേ? ദിലീപിനെ മനഃപൂർവ്വം ആരൊക്കെയോ കുടുക്കി, പോലീസുകാരും ബാക്കിയുള്ളവരും ചേർന്ന് കുടുക്കി എന്നുള്ള നറേറ്റീവ് അന്ന് മുതലുണ്ടോ എന്നുള്ള ചിന്തയിൽ നിന്ന് ഞാൻ കുറേ അധികം കാര്യങ്ങൾ തപ്പിയെടുത്തതൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഞാനിവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഫൈൻ, ഞാൻ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്യാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു. പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കി കെണിയത്. പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ ഈ മാർട്ടിൻ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ഒരു മാർട്ടിൻ ബെയിൽ കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം എക്സാക്ട് ദ സെയിം നറേറ്റീവ് വീണ്ടും കുറച്ചും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ശ്രീജിത്ത് പെരുമാന പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഈ ക്ലിപ്പ് ഇത് 2018 ക്ലിപ്പാണ്. ഈ മാർട്ടിനാണ് ഈ വിക്ടിമിനെ ലാലിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കുന്നതും അവിടുന്ന് ലാല് പിടിച്ച് പോലീസിന് കൊടുക്കുന്നതും ഇതേ മാർട്ടിൻ. ഓക്കെ, അപ്പം ഇനി ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നറേറ്റീവ് ഇട്ട് തുടങ്ങിയത് ഈ മാർട്ടിൻ്റെ വായിൽ നിന്നാണെങ്കിൽ ഇനി ഇതേ നറേറ്റീവ് നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ടി പി സെൻകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ടി പി സെൻകുമാർ ഇട്ട പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഇതിൽ ടി പി സെൻകുമാർ ഇങ്ങനെ എഴുതുന്നുണ്ട് പല കാര്യങ്ങളും. ഈ എഴുതി വെച്ചതിൽ ടി പി സെൻകുമാർ പറയുന്നത് എന്താ, ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ, കൃത്യമായുള്ള തെളിവുകൾ ശേഖരിക്കാതെ ഒരാളെ പിടിച്ച് പ്രതിയാക്കി, അല്ലെങ്കിൽ ഒരാളെ പിടിച്ചതിന് ശേഷം അയാളെ പ്രതിയാക്കാൻ വേണ്ടി പോലീസുകാർ തെളിവുകൾ സൃഷ്ടിച്ചു. ഓക്കെ, ഇത് ടി പി സെൻകുമാർ പറഞ്ഞത്. ആൻഡ് ഈ ടി പി സെൻകുമാർ ഇത് ഇപ്പം പറഞ്ഞതല്ല, 2017 2018 ടി പി സെൻകുമാർ ഇതേ ക്ലെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എഗെയിൻ ഞാൻ പറയുന്നു, നറേറ്റീവ് എന്താ, ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് പോലീസിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥ, പോലീസുകാർ, മീഡിയ പേഴ്സൺസ് എല്ലാവരും കൂടി ചേർന്ന് എനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന. ആ സെയിം നറേറ്റീവിലേക്കാണ് ആര്, ടി പി സെൻകുമാർ ADGP ആയിരുന്ന അന്ന് സന്ധ്യ ADGP ആയിരുന്നു, അവരെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു കാര്യം എഗെയിൻ അന്ന് മുതൽ പറയുന്നത്. അത് ഇന്ന് അയാൾ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ്. ഇനി അടുത്തത് R. ശ്രീലേഖ.
ആർ ശ്രീലേഖ IPS അവർ കുറച്ച് കാലം എയറിലായിരുന്നു. അവർ പറഞ്ഞ നറേറ്റീവും സെയിം നറേറ്റീവാണ്. ഓക്കെ, അവർ ജയിലധികാരിയായി ഇരുന്ന സമയത്ത് ജയിലിനകത്ത് നിന്ന് ഫോൺ വിളിച്ചതും ലെറ്റർ എഴുതിയതിലും അവർക്ക് തോന്നിയ സംശയങ്ങൾ, പോലീസുകാർ പൾസർ സുനിയെയും അവൻ്റെ കൂട്ടാളികളെയും ഹെൽപ്പ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ദിലീപ് ഇന്നസെൻ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു പോലീസ് ഗൂഢാലോചന നടന്നോ എന്നുള്ളത് ചോദ്യം ചെയ്തിരുന്ന ശ്രീലേഖ IPSൻ്റെ വീഡിയോസ് എഗെയിൻ ട്രെൻഡിങ് ആവുന്നുണ്ട്. എഗെയിൻ വാട്ട്സ് ദ നറേറ്റീവ്? ദിലീപിനെതിരെ നടന്ന ഗൂഢാലോചന. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത് എനിക്കെതിരെയുള്ള ഒരു കൊട്ടേഷനാണ് എന്ന് ദിലീപ് പറഞ്ഞിട്ട് ഇപ്പോൾ പുറത്ത് വന്ന് നമ്മൾ കേൾക്കുന്നത് അന്ന് മുതലേ ഉള്ളൊരു നറേറ്റീവായിരുന്നു. പക്ഷേ ആ നറേറ്റീവിന് ഒട്ടും വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കോടതി ഇയാൾ വെറുതെ വിട്ടതോട് കൂടിയിട്ട് ഇതിന് വിസിബിലിറ്റി കൂടും. ഈ വിസിബിലിറ്റിയുടെ ഒരു ആംഗിളും എല്ലാവരും ചെക്ക് ചെയ്യും. ഒരു കോയിന് 2 വശവും എന്താണെങ്കിലും നമ്മൾ പറയണം, നമ്മൾ ചെക്ക് ചെയ്യണം. ദാറ്റ്സ് എ മാറ്റർ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി ഇപ്പോൾ. ഓക്കെ, കാരണം ഇതുവരെ 8 വർഷവും നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ കാര്യങ്ങൾ അത് പറഞ്ഞും അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടും പോകുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി, അതാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ മെയിനായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത് പൾസർ സുനി. ദ ന്യൂസ് മിനിറ്റിൽ ഈ ഒരു വിധി വന്നതിന് ശേഷം ന്യൂസ് മിനിറ്റ് പൾസർ സുനിയായിട്ട് നടത്തിയ അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബൈ ദ വേ, പൾസർ സുനി ഈ ഒരൊറ്റ ക്രൈം കൊണ്ട് ക്രിമിനൽ ആയ ഒരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഞാനിവിടെ വീഡിയോ പ്ലേ ചെയ്യാം. മോഷണവും പിടിച്ചുപറിയുമെല്ലാം സ്ഥിരമാക്കിയ പെരുമ്പാവൂരുകാരൻ സുനിൽകുമാർ അതിനു മുൻപേ പോലീസിന്റെ ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെട്ടയാളായിരുന്നു. പെരുമ്പാവൂർ ഐമുറി നടുവിലേക്കുടി വീട്ടിൽ സുരേന്ദ്രൻ ശോഭന ദമ്പതികളുടെ മകൻ. തുടക്കം ലഹരി വിതരണത്തിലായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കഞ്ചാവ് വിതരണം ചെയ്തതിനാണ് സുനിൽകുമാറിനെതിരെ ആദ്യം പോലീസ് കേസെടുത്തത്. കഞ്ചാവ് കേസിൽ 6 മാസം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സുനി ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. മോഷണം തുടങ്ങി. സ്ഥാപന ഉടമയുടെ പണം കവർന്ന് പൾസർ ബൈക്ക് വാങ്ങിയതോടെയാണ് പൾസർ സുനി എന്ന പേര് വീണത്. പലരുടെയും പൾസർ ബൈക്കുകൾ പിന്നീട് മോഷ്ടിക്കുന്നതും സുനിക്ക് ശീലമായിരുന്നു. മോഷണത്തിനൊപ്പം ആളുകളെ ഉപദ്രവിക്കുന്നതുകൂടി പതിവായതോടെ കോടനാട് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടു സുനി. ഇതിനെല്ലാം ഇടയിലാണ് പൾസർ സുനി സിനിമാ മേഖലയിലേക്കും കയറുന്നത്. താരങ്ങളുടെ ഡ്രൈവറായും ഷൂട്ടിംഗ് സെറ്റുകളിൽ വാഹനമോടിക്കലുമെല്ലാമായിരുന്നു ജോലി. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ വാഹനമോടിച്ചിരുന്നതും പൾസർ സുനിയായിരുന്നു. സെറ്റുകളിൽ താരങ്ങൾ ഉൾപ്പെടെ സുനിയെ സ്നേഹത്തോടെ വിളിച്ചത് സുനിക്കുട്ടൻ എന്നായിരുന്നു. പല കേസുകളിലും പ്രതിയായി കഴിയുന്നതിനിടെയായിരുന്നു പൾസർ സുനി മുകേഷിന്റെ വാഹന ഡ്രൈവറായത്. 2013 സുനിയെ പറഞ്ഞുവിട്ടതായി മുകേഷ് ഒരിക്കൽ പറഞ്ഞിരുന്നു. നടിമാർക്കെല്ലാം സുപരിചിതനായ പൾസർ സുനിയെ 2017 ആ കറുത്ത രാത്രിയിൽ ആക്രമിക്കപ്പെട്ട നടിയും എളുപ്പം തിരിച്ചറിഞ്ഞു. താൻ സ്വമേധയാ ചെയ്യുന്നതല്ല ഇതെന്നും കൊട്ടേഷൻ ജോലിയാണെന്നുമായിരുന്നു പൾസർ സുനി നടിയോട് പറഞ്ഞത്. അന്ന് ഒളിവിൽ പോയ സുനിയെ 2017 ഫെബ്രുവരി 23 എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ കോടതി മുറിക്കുള്ളിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായ പൾസർ സുനി മേനക സുരേഷിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് വെളിപ്പെടുത്തി ഭർത്താവും നിർമ്മാതാവുമായ G സുരേഷ് കുമാറും അന്ന് രംഗത്തു വന്നിരുന്നു. 7 വർഷത്തെ വിചാരണ തടവ് കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനിക്കെതിരെ പെരുമ്പാവൂർ കുറുപ്പുംപടിയിലെ ഹോട്ടലിൽ അക്രമം അഴിച്ചുവിട്ടതിനും കേസുണ്ട്. പൾസർ സുനി എന്ന് പറഞ്ഞാൽ എന്താണ് ഇനം എന്നുള്ളത് നിങ്ങൾക്കിത് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. ഇനി പൾസർ സുനി ഇങ്ങനത്തെ പരിപാടികൾ, ഒരാളെ ഇതേപോലെ കൊണ്ടുപോയി ഉപദ്രവിച്ച് അതിൻ്റെ വിഷ്വൽസ് എടുത്ത് ഭീഷണിപ്പെടുത്തുന്ന പരിപാടികൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. സിനിമാ ഫീൽഡിൽ തന്നെ സമാനമായ അനുഭവങ്ങളുള്ള നടിമാരുണ്ട് പൾസർ സുനിയിൽ നിന്ന് തന്നെ. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി അവരാരും വന്നത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതറിയാവുന്ന സിനിമാക്കാരും പോലീസുകാരും നിരവധി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ന്യൂസ് മിനിറ്റിൽ ഇവനെയായിട്ട് നടത്തിയ ഇൻ്റർവ്യൂവിൽ ഇവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. പക്ഷെ എന്തായിരുന്നു ആക്ച്വലി വിചാരിച്ച് ഇങ്ങനെ ഇത് ചെയ്തിട്ട് അവര് കേസ് കൊടുക്കില്ല എന്നാണോ വിചാരിച്ചത്? പക്ഷെ എങ്ങനെ കേസ് കൊടുക്കാണ്ടിരിക്കും? കാരണം ഇത്രയും ആയ ഒരാളുടെ കേസ് കൊടുക്കില്ല ഉണ്ടായിരുന്നു. അല്ല, അത്രയും കേസ് വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ച് വണ്ടി എടുക്കും. ഞാൻ ബാക്കിൽ ഞാൻ പറഞ്ഞു
സംസാരിച്ചില്ല. അതിന് ആൾക്കാർ എന്നോട് ചോദിച്ചു. അവനെ ഞാൻ മാറ്റിവിടാൻ നോക്കി, പറ്റില്ല. അവനൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഇന്നാണ് കാര്യം, സഹകരിച്ചേ പറ്റുള്ളൂ. ഇവള് പെട്ടെന്ന് ചോദിച്ചു. ഇവർക്ക് അറിയാം 90% ഇവർക്ക് അറിയാം. മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മുടെ ആളെ പറയരുത്തില്ല. ഇപ്പൊ നേരെ എന്ത് ചെയ്യും? അവിടെ വ്യത്യാസം വരുത്തും. പറഞ്ഞ മനസ്സിലായ? അത് പറഞ്ഞത്. പക്ഷെ അതും എനിക്കറിയാൻ പാടില്ല ഇങ്ങോട്ട് ചെയ്യുന്നുള്ളത്. ഞാൻ വേറെ ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. ആണ് പെണ്ണായി. ഓക്കെ, അപ്പോൾ ഇതാണ് പൾസർ സുനി മിനിറ്റിനോട് പറഞ്ഞ, ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാഡം എന്ന് പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് ഭയങ്കര കുറേ കാലം നമ്മളെല്ലാം ചർച്ച ചെയ്തും ചിന്തിച്ചതുമാണ്. ഹൂ ഈസ് ദാറ്റ് മാഡം? പലരുടെ പേരും ഈ മാഡത്തിലേക്ക് വന്നുപോയി. ഇപ്പോൾ സുനി തന്നെ പറയുന്നു മാഡം എന്നുള്ള പേര് ഉപയോഗിക്കാൻ കാരണം അത് ജസ്റ്റ് ക്യാമഫ്ലേജ് ചെയ്തതാണ്, മാസ്ക് ചെയ്ത് വിട്ടതാണ്. ദിലീപിൻ്റെ പേര് വരാതിരിക്കാൻ വേണ്ടി മാഡം ഒരാണിനെ പെണ്ണാക്കുന്ന രീതിയിൽ, മനസ്സിലായോ? ഒരു സർ എന്നുള്ളത് മാഡം ആക്കി മാറ്റിക്കഴിഞ്ഞാൽ മാഡം ആരാന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ആൻഡ് എന്നെ അവർക്ക് മനസ്സിലായി, എന്നെ അവർ തിരിച്ചറിഞ്ഞു. ഗോവയിലെ സെറ്റിൽ ഇയാൾ ഭയങ്കര ആക്റ്റീവായിരുന്നു എന്നുള്ളതൊക്കെ കുറേ ന്യൂസിൽ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. ആൻഡ് ഇയാൾ സെറ്റുകളിലൊക്കെ ഭയങ്കര നന്മയിലുണ്ണിയായിട്ട് വിലസുന്ന ഒരാളാണ് പൾസർ സുനി എന്നുള്ളതും ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ കണ്ണിനുള്ളിയായ നന്മയിലുണ്ണിയായ ആളെ തിരിച്ചറിഞ്ഞതായിരിക്കണം, മേ ബി, പറയാൻ പറ്റില്ല. ബട്ട് ഞാൻ പറയുന്നത് ഓരോ ഇൻ്റർവ്യൂവിലും, ഇപ്പോൾ റിപ്പോർട്ടറിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ അത് ഈ ഹിഡൻ ക്യാമറ പോലെ വെച്ചുള്ള സെറ്റപ്പ് പറഞ്ഞ് ചെയ്തതാണ്, ഫാബ്രിക്കേറ്റഡ് ആണ്. ഇത് ഇവൻ ഒരു ഫ്രോഡാണ്, പക്ക ഫ്രോഡ്. ഇവൻ എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യും. ഇവന് ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉള്ള ആളാണ്, ഒന്നല്ല ഒരുപാട് പ്രീവിയസ് ഹിസ്റ്ററി ഉള്ള ഒരാളാണ്. ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വെറുതെ ഉറങ്ങി കിടക്കുന്ന പൾസർ സുനി ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് എന്നാ പിന്നെ എങ്ങനെ ചെയ്ത് കളയാന്ന് പറഞ്ഞ് ചെയ്യും? അതിനൊരു മോട്ടീവില്ലേ? അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയില്ലേ? ആ കൊട്ടേഷൻ കൊടുത്തത് ആര് എന്നുള്ള ചോദ്യം ബാക്കിയല്ലേ എന്നുള്ളത്. നൗ ഐ എം ടെല്ലിങ് യു, ഇവൻ ഇങ്ങനെ ചെയ്ത് പ്രീവിയസ് ഹിസ്റ്ററി ഉള്ള ഒരുത്തനാണ്. ആളുകളെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങി അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് നടത്തി ഇങ്ങനെ ചെയ്ത് പ്രീവിയസ് ഹിസ്റ്ററി ഉള്ള ഒരുത്തന് പ്രത്യേകിച്ച് ഒരു കൊട്ടേഷൻ്റെ ആവശ്യവും ഇല്ല എന്നുള്ളൊരു ആംഗിളും കൂടി ഇതിനകത്തുണ്ട്. മനസ്സിലായി? ആ ഒരു ആംഗിൾ കൂടി ഇതിനകത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോനകത്ത് ആ ഒരു ആംഗിളും, അല്ലെങ്കിൽ കോടതി വിധി വന്നു, കോടതി വിധി വന്ന സമയത്ത് ഈ 6 പ്രതികൾ ഇവർ പ്രതികളാണ് എന്ന് പറയുമ്പോഴും ഇവർക്ക് ആര് ഗൂഢാലോചന കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുമെന്ന് പറയുമ്പോഴും കോടതിയിൽ നാളെ വീണ് പോകാവുന്ന ഒരു ചാൻസ് ഇതാണ്. കാരണം പൾസർ സുനി അടക്കം ഇതിലുള്ള ബാക്കിയുള്ളവരുടെ പ്രീവിയസ് ഹിസ്റ്ററി, അല്ലെങ്കിൽ പൾസർ സുനിയുടെ പ്രീവിയസ് ഹിസ്റ്ററി, ഈ പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് ഇൻഡസ്ട്രിക്കകത്ത് തന്നെ പല സ്ത്രീകളെയും ഇവൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അന്ന് ആരൊക്കെ ഇപ്പോൾ കൊട്ടേഷൻ കൊടുത്തു, ആരുടെ കൊട്ടേഷൻ ചെയ്തു എന്നില്ല. ഇവൻ സ്വയം അങ്ങനെ ഒരു സംഗതി ചെയ്തതിന് ശേഷം അവരെ ഭീഷണിപ്പെടുത്തി കാശടിച്ച് മാറ്റുന്ന പരിപാടി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ വീണു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ചിലപ്പോൾ വിധി പ്രസ്താവന വരുന്ന സമയത്ത് അതിനകത്ത് ഗൂഢാലോചന എന്ന് പറഞ്ഞ ആസ്പെക്റ്റ് തള്ളിപ്പോയതും ദിലീപിനെ ഫ്രീ ആക്കിയതും ഇവൻ ഇതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ പ്രീവിയസ് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ സ്വയമേവ ചെയ്തതാണ് എന്നുള്ള രീതിക്കും വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് ആദ്യമേ പറഞ്ഞു വെക്കുന്നത്. അന്ന് ഞാൻ നല്ല രീതിയിൽ മറ്റേ കള്ളുപിടിക്കും. ഞാൻ എന്ത് ചെയ്യുമ്പോഴും കൂൾ മൈൻഡിലാണ് ചെയ്യണത്. ട്രാവൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ സെക്കൻഡിലാണ് നമ്മൾ അതിലോട്ട് മാറുകയുള്ളൂ. അപ്പൊ നമ്മള് ഈ സംഭവത്തിന് പോകുന്ന ഒരു ടെററല്ല. ടെററായിട്ട് പോണ വഴിക്ക് നമ്മള് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇരിക്കണം. ഇത് ചുമ്മാ ഒരു നിസ്സാരം ഒരാളെ പിടിച്ച് ഒന്ന് കയറ്റി ചെയ്തിട്ട് ഇത് ചെയ്ത് വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴീനെ പൊക്കി അത്രയും പോലും റിസ്ക് ഇല്ല. ഇത് ഓൾറെഡി എല്ലാം സെറ്റാണ്. നമ്മളൊരു നേതൃത്വം മാത്രം കൊടുത്താൽ മതി. പക്ഷെ ഇത്ര വലിയ പ്രശ്നമാകുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ ജയിലിൽ കയറി ഇറങ്ങാൻ പേടിയില്ല. പിന്നെ പേടിയില്ല. അല്ല, ഇത്രയും പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടില്ല. ഇത്രയും പ്രാവശ്യം കയറിയ പോലെ ആദ്യം ഞാൻ 28ാമത്തെ വയസ്സിൽ കയറി. ഈ കേസിന് കയറിനേക്കാൾ മുമ്പ് ഞാൻ കയറിയാണ്. എനിക്കതൊരു ഹരമായിരുന്നു. ഹരം മീൻസ് ഹരമൊന്നുമില്ല. കേസ് വന്നാലും ഇത്ര ദിവസം പുറത്തിറങ്ങാനുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എങ്ങനെയുണ്ട്? അതായത്
കേസുകളും ഇങ്ങനത്തെ ക്രൈമുകളും ഇവന് പുത്തരിയല്ല എന്നുള്ളത് ഇവൻ തന്നെ പറയുന്നുണ്ട്. ജയിൽ ഇവനൊരു വിഷയമല്ല, ജയിൽ ഇവനൊരു ഹരമാണ്. കേസുകളൊക്കെ ഇവന് വളരെ സിമ്പിളാണ്. കോഴിക്കുട്ടീനെ പിടിച്ച് കൊല്ലുന്ന പോലെയുള്ളൂ. ഇവന് സിമ്പിളാണ് പരിപാടി. ലഹരി അടിച്ചതിന് ശേഷം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇവന് സ്ഥിരമായി ചെയ്യുന്ന ഒരുത്തനാന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ, മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്ര ഭയങ്കര ഈസി ആയിട്ടാണ് ഇപ്പം കാര്യങ്ങൾ അവിടെ റിപ്പോർട്ടറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നോക്കാം. ഇത് സംഭവം നാളെ രാവിലെ ഈ സംഭവം അവര് വിളിച്ചാൽ തീർന്നു. പക്ഷെ ഇത് ഏൽപ്പിക്കണ്ടേ എവിടെയെങ്കിലും? ഏൽപ്പിക്കാൻ ഇത് കഴിഞ്ഞിട്ടല്ലേ പോകേണ്ടത്. ഇതിപ്പോ നാളെ പിന്നെ രാത്രിയാണ് ഈ സംഭവം നടക്കണേ. സാധനം എനിക്ക് കൊടുക്കണമെങ്കിൽ നാളെ ഉച്ചയ്ക്കോ വൈകുന്നേരോ എപ്പോഴെങ്കിലും എനിക്ക് കൊടുത്താൽ മതി. എന്താണ് ഫോൺ കൊടുത്തോ? ഫോൺ കൊടുത്തില്ല, മെമ്മറി കാർഡ് പറഞ്ഞ് ഞാൻ ഉള്ളിൽ 2-3 കോപ്പി ചെയ്തിട്ടുണ്ടായി. 2-3 കോപ്പി ചെയ്തിട്ട് ഓർമ്മ മിസ്സായാലും ഓർമ്മ അവിടെ കിട്ടും. അതൊക്കെ 3 കോപ്പി എടുത്തു. 3 കോപ്പി എടുത്തു. ഒന്ന് ലോയറിന് കൊടുത്തു. ലോയറിന് കൊടുത്തില്ല. എന്റെ പേഴ്സിൽ നമ്മൾ പേഴ്സ് ഇങ്ങനെ അവർക്ക് കൊടുക്കുമെന്ന് വെച്ചു. അത് സാറേ ഇത് നിങ്ങൾ വെക്കണം, ഇത് മറ്റേ എന്താണ് കേസ് കഴിയുമ്പോൾ തന്നോട്ടോ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കേസിൽ വക്കീലന്മാർ ചെയ്യും, അവരവിടെ വെക്കും, അവരത് വെച്ച് കൂട്ടും. നമ്മൾ രാവിലെ ഇറങ്ങി കഴിയുമ്പോൾ തരും. നമ്മൾ ഈ സാധനം സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടില്ല. ഞാൻ അതെല്ലാ സാധനം അവിടെ ഇടും. ഇത് നമുക്ക് ഓൾറെഡി 28 വയസ്സിന് മുമ്പ് പറയാവുന്ന കാര്യമല്ലേ. അപ്പൊ ഞാൻ കോപ്പി ചെയ്ത് ലാപ്ടോപ്പിലിട്ടാണോ കോപ്പി? മൊബൈലില്. 3 മെമ്മറി കാർഡ് ഒക്കെ കയ്യിലുണ്ടായിരുന്നോ? പേഴ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരച്ചു, ഓർമ്മ അടച്ചു, ഞാൻ പേഴ്സ് ഏൽപ്പിച്ചു. ഞാൻ ബാക്കി എന്റെ കയ്യിൽ ഒരു കോപ്പി മറ്റേ വക്കീലിന് കൊടുത്തു എന്ന് നമുക്ക് എല്ലാവരും പറയാം. ഒരെണ്ണം ലക്ഷ്യയിലാണ്, മറ്റേത് എവിടെയാണെന്ന് അറിയില്ല. അതേ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. 3 കോപ്പി ഉണ്ട് വീഡിയോൻ്റെന്ന് പറയുന്നത്. ഇതുവരെ കേട്ടത് വീഡിയോൻ്റെ 2 കോപ്പിയേ ഉള്ളൂ എന്നായിരുന്നു എൻ്റെ അറിവിൽ. ഓക്കെ, ഒന്ന് ലക്ഷ്യയെ കൊടുത്തതും ഒന്ന് ഇവൻ ലോയറുടെ അടുത്ത് കൊടുത്തതും. 3ാമത്തെ കോപ്പി ഇവൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത്. ഇതിനിപ്പോൾ എത്ര കോപ്പി ഉണ്ട് വീഡിയോൻ്റെ എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. ആൻഡ് ഈ ലക്ഷ്യയിലേക്ക് ഇവൻ പോയത് തന്നെ അത് വേറൊരു സംശയാസ്പദമായുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ ആരെ കാണാൻ വേണ്ടി പോയി, എന്തിന് പോയി? ആൻഡ് കൊട്ടവണ്ടിയിൽ വന്നു, ചാടി ഒരു വീട്ടിൽ കയറി, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി, ലക്ഷ്യയെ പോയി. ദാറ്റ് ഓൾ റിമെയിൻസ് എ മിസ്റ്ററി. മനസ്സിലായോ? അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ല. ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഇപ്പം എല്ലാ വിഷയത്തിലും ഇപ്പോൾ മറ്റേ ഇതുണ്ടല്ലോ, മുല്ലപ്പെരിയാർ പൊട്ടിയാലടക്കം വരുന്ന വെള്ളത്തിന് മറ്റേ ഗ്രാഫ് വരച്ചു കൊടുക്കുന്ന മീഡിയക്കാരാണ്. ഇവൻ്റെ ഈ ഗ്രാഫിലുള്ള കുറേ കാര്യങ്ങൾ മിസ്സിങ് ആണ്. അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഞാൻ എപ്പോഴും ചോദിക്കുന്നു. ഇവൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പലരെയും മിസ് ചെയ്യുന്നു, പല കാര്യങ്ങളും വിഴുങ്ങുന്നു, മീഡിയ അടക്കം. അത് ബട്ട് വൈ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഓക്കെ, ഇനി മിസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, കേൾക്കാം. ഇനി പോലീസിന്റെ തരികിടക്കളികൾ പറയാം. 1. അന്വേഷണം അട്ടിമറിക്കാനുള്ള പഴയ DGP ബെഹ്റയുടെ ശ്രമം എന്ന ഇതുവരെ അന്വേഷിക്കാത്ത ആക്ഷേപം. 2. കൂട്ടത്തോടെ കൂറുമാറിയ സാക്ഷികളെക്കുറിച്ച് അന്വേഷിച്ചിട്ടേയില്ല. 3. പൾസർ സുനി ആദ്യം എത്തിയത് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് എന്ന് മനസ്സിലായിട്ടും കാവ്യയെ അന്വേഷണ പരിധിയിലേക്ക് കാര്യമായി കൊണ്ടുവരാത്ത അന്വേഷണം. 4. സുപ്രധാനമായ കാര്യം, മെമ്മറി കാർഡിലെ തിരിമറി ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ അന്ന് CI ആയിരുന്ന ബൈജു പൗലോസിനെ അറിയിച്ചിരുന്നു. തീയതി 29/1/2020. 2 കൊല്ലം കഴിഞ്ഞ് 2022 ഏപ്രിലിലാണ് ഇക്കാര്യം അന്വേഷണ സംഘം ആദ്യമായി ഉയർത്തുന്നതും അന്വേഷണം ആവശ്യപ്പെടുന്നതും. ഈ കേസിലെ നിർണായക രേഖയായ മെമ്മറി കാർഡ് പലതവണ കാണുകയോ പകർത്തുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഹാഷ് വാല്യൂ മാറി എന്നതുകൊണ്ട് ഫോറൻസിക് ലാബുകാർ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഗൗരവതരമായ കാര്യം അന്വേഷിക്കുന്നതിൽ വീഴ്ച വന്നു. ഏതാണ്ട് 2 കൊല്ലത്തെ കാലതാമസം. കോടതിയുടെ കൈവശമുള്ള പ്രധാന തെളിവിൽ കൃത്രിമം നടന്നു എന്നറിഞ്ഞിട്ട് അന്വേഷണം ആവശ്യപ്പെടാതിരിക്കാൻ കാരണം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കേണ്ടത് DYSP ബൈജു പൗലോസാണ്. സത്യസന്ധമായും ആത്മാർത്ഥമായും അന്വേഷണം നടത്തിയ ബൈജു പൗലോസിനെ തടഞ്ഞതാരാണ്? ലോക്നാഥ് ബെഹ്റ DGP സ്ഥാനത്തു നിന്ന് വിരമിച്ചത്
2021 ജൂൺ 30 മാത്രമാണ് എന്നോർക്കുക. സാന്ദർഭികമായി പറഞ്ഞു എന്നേയുള്ളൂ. ബാലചന്ദ്രകുമാർ എന്ന ആദ്യം മൊഴിയെടുത്തിട്ടും കുറ്റപത്രത്തിൽ സാക്ഷിയാക്കാതിരുന്ന ദിലീപിന്റെ വീട്ടിലെ നിത്യസന്ദർശകനെ ഫലപ്രദമായി ഉപയോഗിച്ച് തുടരന്വേഷണത്തിന് വകയുണ്ടാക്കിയ ബുദ്ധിക്ക് കൈയടിക്കുമ്പോഴും ഹാഷ് വാല്യൂ മാറിയത് മിണ്ടാതിരുന്നതിന് മാപ്പില്ല. മേലുദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒക്കെ സമ്മർദ്ദം അതിജീവിക്കാൻ എത്ര ആത്മാർത്ഥമായി പരിശ്രമിച്ചാലും ബുദ്ധിമുട്ടാവും, അല്ലേ? അത് മറികടക്കാനുള്ള വകുപ്പൊന്നും നിയമത്തിലുമില്ലല്ലോ. ഈ പറഞ്ഞതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ ലക്ഷ്യ കാവ്യമാധവൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഹാഷ് വാല്യൂ മാറിയത്, അതുപോലെ പ്രതിഫലം ആവശ്യപ്പെട്ട് പൾസർ സുനിയെ അയച്ച കത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ, അതേമാതിരി പൾസർ സുനിക്ക് ദിലീപ് കൊടുത്ത 1 ലക്ഷം രൂപ എന്നൊക്കെ ഇപ്പം റീസെൻ്റ്ലിയും കൂടി അങ്ങനത്തെ ഒരു ക്ലെയിം കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും പ്രൂഫുകൾ ഉണ്ടാവും. അതേമാതിരി ദിലീപിൻ്റെ ഫോൺ സംഭാഷണങ്ങളെവിടെ, പൾസർ സുനി ദിലീപിനെ കണ്ടു എന്ന് പറയുന്നു, കണ്ടതിൻ്റെ എവിഡൻസ് എവിടെ? ഒരു അപ്പുറത്ത് എവിടെയോ നിൽക്കുന്ന തൊടിയിൽ പോയി നിൽക്കുന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സെൽഫി എന്ന് പറഞ്ഞ് കാണിച്ചതല്ലാതെ വേറെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടാവും. അതേപോലെ ഗൂഢാലോചന നടത്തിയ ഹോട്ടലിൻ്റെ രേഖകൾ, CCTV ദൃശ്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടുള്ളൊന്നും ഒരു സംഗതിയില്ല. പിന്നെ ഒരേ ടവർ ലൊക്കേഷനിൽ വന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് പോയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ദിലീപിൻ്റേത് എന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദരേഖ, ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സാക്ഷി മൊഴി, ഞാൻ വീണ്ടും പറയുന്നു, സാക്ഷി മൊഴി എന്ന് പറയുമ്പോൾ മൊഴി മാറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൊഴി എഴുതിയെടുക്കുന്നതാരാ? ഒരു സാക്ഷി വന്ന് മൊഴി പറയുമ്പോൾ മൊഴി എഴുതിയെടുക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈ സാക്ഷി പറഞ്ഞ രീതിയിലല്ല മൊഴി എഴുതിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാക്ഷി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്ത് മൊഴി എഴുതിയിട്ട് അത് സാക്ഷിയായി വന്ന ആൾ കേൾപ്പിച്ചു കൊടുക്കുന്ന ടൈമിൽ മാറ്റി വായിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വായിക്കാതെ ഒപ്പിടാം. അങ്ങനെ പല സംഗതികളും നടക്കാം. ഇല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം സാക്ഷിയെ. അത് സ്റ്റിൽ സാക്ഷി ആയിട്ട് വന്നവർ മാറ്റി പറഞ്ഞതൊക്കെ അവരുടെ എന്താ പറയുക പേഴ്സണൽ സംഗതികളെന്നൊക്കെ എനിക്ക് പറയുള്ളൂ. കാരണം പലരും അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി മാറ്റി പറയുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓബ്വിയസ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ സാക്ഷി മാറ്റി പറഞ്ഞവരെ കുറിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇതിൽ ദിലീപിൻ്റെ അനിയൻ്റെ ഫോണിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ, കോടതിയിൽ സമർപ്പിച്ച നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ ഫലം മാറിയതിനെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ചിന്തിക്കുമ്പോൾ അട്ടിമറി നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി നമുക്ക് അട്ടിമറി നടന്നു എന്നുള്ള ഫീലിംഗ് വരും. പക്ഷേ അട്ടിമറി അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രോസിക്യൂഷൻ, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അട്ടിമറി മറയ്ക്കണമെങ്കിലും അട്ടിമറി നടക്കണം എന്നുണ്ടെങ്കിലും അത് പോലീസുകാരനെ വിചാരിക്കണ്ടേ? പോലീസുകാർ വിചാരിച്ചാലേ ഈ അട്ടിമറി നടത്താൻ പറ്റൂ. അതേ പോലീസുകാരെ ദിലീപ് വന്നിട്ട് പറയുകയാണ് ദിലീപിനെതിരെ അവർ കോൺസ്പിറസി ചെയ്തു, ഗൂഢാലോചന ചെയ്തു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇര പറയുന്നു അട്ടിമറി സംഭവിച്ചു, പോലീസുകാരടക്കം ബാക്കിയുള്ള ഇര പറഞ്ഞതല്ല, പക്ഷേ ഇരയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നു 100% അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഏറ്റവും വലിയ വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് സിസ്റ്റമാണ്. സീരിയസ്ലി മാൻ, ഇവിടുത്തെ പോലീസ് സിസ്റ്റമാണ് ഈ ഒരു കേസ് ഈ രീതിയിൽ അവിയൽ പരുവത്തിൽ കുഴഞ്ഞിരിക്കാനുള്ള ഏക കാരണം. ഇവിടുത്തെ പോലീസ് സിസ്റ്റം മാത്രമാണ്. പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തുക, കൃത്രിമം കാണിക്കുക, പകർപ്പെടുക്കുക എന്നീ കാര്യങ്ങളിൽ അന്വേഷണം വേണം എന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച നൽകിയ ഹർജിയിൽ നടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക വിചാരണ കോടതി സ്ഥാപിക്കുന്നതുവരെ ഈ കേസ് ജില്ലാ സെഷൻസ് കോടതിയിലായിരുന്നു. അവിടെയാണ് മെമ്മറി കാർഡ് അടക്കം തെളിവുകൾ ഉണ്ടായിരുന്നത്. ഈ കോടതിയിലെ ജഡ്ജി കൗസർ എടപ്പകത്ത് പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി മാറി. ഈ കോടതിയുടെ കയ്യിലിരിക്കെയാണ് മെമ്മറി കാർഡ് പല തവണ ഉപയോഗിക്കപ്പെട്ടത്. 2018 മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയിലെത്തിയത്. സുപ്രീം കോടതി വരെ നീണ്ട നിയമയുദ്ധം. മെമ്മറി കാർഡ് കാണാൻ കോടതി ദിലീപിനും അഭിഭാഷകർക്കും അവസരം നൽകി. സ്റ്റേറ്റ് ഫോറൻസിക് ലാബുകാർ ജില്ലാ കോടതിയിൽ നിന്ന് മെമ്മറി കാർഡ് ഏറ്റുവാങ്ങി പകർപ്പെടുത്ത് ചണ്ഡീഗഡിലെ ലാബിന് കൈമാറി. 2020 ജനുവരി 29 സ്റ്റേറ്റ് ഫോറൻസിക് ലാബ് വിചാരണ കോടതിക്ക് ഒരു റിപ്പോർട്ട് നൽകി. ഒപ്പം ദൃശ്യങ്ങൾ പകർത്തിയ സിഡിയും. ഈ റിപ്പോർട്ടും സിഡിയും കൈപ്പറ്റിയെങ്കിലും അത് തപാൽ രജിസ്റ്ററിലോ ഇൻഡെക്സ് രജിസ്റ്ററിലോ രേഖപ്പെടുത്തിയിട്ടില്ല. ചുമതലയുള്ള ബെഞ്ച് ക്ലാർക്കിനെ വിചാരണ കോടതി ജഡ്ജ് അറിയിച്ചതുമില്ല എന്ന് പരാതിക്കാരിയുടെ ഹർജിയിൽ പറയുന്നു. വിചാരണ കോടതി ജഡ്ജ് ഈ സുപ്രധാന കാര്യം അന്വേഷണ സംഘത്തെ അറിയിച്ചില്ല, പ്രോസിക്യൂട്ടറെ അറിയിച്ചില്ല,
യഥാർത്ഥ പരാതിക്കാരിയെ അറിയിച്ചില്ല, മറ്റാരെയും അറിയിച്ചില്ല, രഹസ്യമാക്കി വച്ചു. അതായത് മെമ്മറി കാർഡിലെ കൃത്രിമം സംബന്ധിച്ച് ഔദ്യോഗിക റിപ്പോർട്ട് കിട്ടിയ വിചാരണ കോടതി അക്കാര്യം രഹസ്യമാക്കി വെച്ച് ഒരു രേഖയിലും അത് പരാമർശിക്കാതെ ഒരു നടപടിയും അതിന്മേൽ എടുക്കാതെ വിചാരണ തുടർന്നു എന്ന് മേൽക്കോടതിയെ പോലും അറിയിച്ചിട്ടില്ല. കൃത്രിമം നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടി വിചാരണ കോടതി മനഃപൂർവ്വം ഇത് രഹസ്യമാക്കി വച്ചതാണ് എന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഇപ്പോൾ തുടരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് ഫോറൻസിക് ലാബിൽ നിന്ന് വിശദമായ റിപ്പോർട്ടും മൊഴിയും കിട്ടി. വിചാരണ തുടങ്ങിയത് 2020 ജനുവരി 30-ന്. തലേന്ന് 29-ന് കിട്ടിയ നിർണായക വിവരം വിചാരണ കോടതി പ്രതിയെ സഹായിക്കാൻ മൂടിവച്ചു എന്നതാണ് ഗുരുതരമായ ആരോപണം. വനിതാ ജഡ്ജ് കേസ് കേൾക്കണം എന്ന പരാതിക്കാരിയുടെ അപേക്ഷ അംഗീകരിച്ചാണ് കേസ് വനിതാ ജഡ്ജിയെ ഏൽപ്പിച്ചത്. ഹണിയം വർഗീസാണ് വിചാരണ കോടതിയിലെ വനിതാ ജഡ്ജ്. സുപ്രധാന കാര്യം മറച്ചുവെച്ച് വിചാരണ നടത്തിയ ജഡ്ജ് കുറ്റമാണ് ചെയ്തത്. ഇവിടെ നീതി കിട്ടില്ല, പ്രതിയെ രക്ഷിക്കാനാണ് ജഡ്ജി ശ്രമിച്ചത്. ഇതാണ് ഹർജിക്കാരിയുടെ പരാതി. ഇത് അന്വേഷിക്കാൻ ഹൈക്കോടതി എന്തെന്ത് നടപടികൾ എടുക്കും എന്ന് കേരളം കാത്തിരിക്കുകയാണ്. ഇപ്പൊ വിധി പറഞ്ഞ ഹണി എം ജോർജ്, ഓക്കെ, ദ സെയിം ജഡ്ജ്, ഇവർക്കെതിരെയാണ് ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ കാര്യം മറച്ചു വെച്ചു എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ വന്ന വേറൊരു ന്യൂസ്, ദിലീപിൻ്റെ ഫോണിൽ നിന്ന് വീണ്ടെടുത്ത ഓഡിയോ ജഡ്ജുമായി ആത്മബന്ധം നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ളൊരു ഒരു ഓഡിയോ ദിലീപിൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനൽ അന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമസ്കാരം. തേടിയ ഉള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ചേട്ടൻ്റെ ഈ കേസ് കൈമാറിയിട്ടുള്ള കോടതിയിലെ ജഡ്ജി ഉണ്ടല്ലോ, മൂപ്പരുടെ ഹസ്ബൻഡിൻ്റെതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ആരോപണങ്ങൾ വന്നത്. ഒരു മറ്റേ ലോക്കപ്പ് മർദ്ദന മരണം എക്സൈസിൻ്റെ ജിജു എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ ഹസ്ബൻഡാണ് CI. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്തോഷ് വക്കീലിനെ അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. നമ്മുടെ ഭാഗത്ത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അവരുടെ ഭാവിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുണ്ട്, ടെൻഷൻ ഉണ്ടാവില്ല. നല്ല ആത്മബന്ധം ഒന്നും കൂടി കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ആത്മബന്ധം കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതായത് ജഡ്ജിൻ്റെ ഭർത്താവിൻ്റെ ഒരു കേസ്, ലോക്കപ്പ് മർദ്ദന കേസ് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത ഒരാളുടെ കയ്യിലാണ് എന്നുള്ള ഒരു വർത്തമാനം. ഇതൊക്കെ വേണമെങ്കിൽ കൂട്ടി വായിക്കാം. കാരണം ഇപ്പോൾ ഇന്നലെ വിധി വന്ന സമയത്ത് ആരോ ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ടു ഞാൻ, ഒരു പൊതുപ്രവർത്തകനാണ് തോന്നുന്നു, പറയുന്നുണ്ടായിരുന്നു ദിലീപ് വന്ന സമയത്ത് ജഡ്ജി നീച്ചു വന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കേട്ടപ്പോൾ അതിപ്പോൾ എന്തിനാണ് അങ്ങനെ നീച്ചതെന്ന്, ദിലീപിനെ കാണുമ്പോൾ എത്രത്തോളം ബഹുമാനം കാണിക്കേണ്ട ഒരു ആവശ്യം ഒരു ജഡ്ജിനുണ്ടോ എന്നുള്ളത് വരെ ഞാനപ്പോൾ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളും ചിലപ്പോൾ അത് ചിന്തിച്ചു പോയിട്ടുണ്ടാവും. ഇതൊക്കെ ഒന്ന് കേട്ട് നോക്കി. നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും ഇത് രണ്ടും അതീവ സുരക്ഷിതമായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം 2019 നവംബർ 29-നാണ് സുപ്രീം കോടതി വിചാരണ കോടതിക്ക് നൽകിയത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് തന്നെ പുറത്തിറക്കിയിരുന്നു സുപ്രീം കോടതി. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഈ ഉപകരണങ്ങളൊന്നും ഈ മെമ്മറി കാർഡ് പരിശോധിക്കുന്ന ഘട്ടങ്ങളിൽ ആ പരിസരത്തെ കൊണ്ടുവരാൻ പോലും പാടില്ല. അടച്ചിട്ട കോടതിയിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അഭിഭാഷകർക്ക് മാത്രമേ ഇത് പരിശോധിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അത്തരമൊരു നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് 2021 ജൂലൈ 19-ന് വിചാരണ കോടതിയിൽ ചെസ്റ്റിൽ സൂക്ഷിച്ച മെമ്മറി കാർഡ് എടുത്ത് ജഡ്ജ് ഹണിയം വർഗീസ് അവിടെയുള്ള ശിരസ്തദാർ കൈമാറുന്നത്, താജുദ്ദീന് കൈമാറുന്നത്. താജുദ്ദീൻ അത് അന്ന് ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെയുള്ള ദീർഘനേരം തൻ്റെ സ്വന്തം മൊബൈൽ ഫോൺ, വിവോ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചു എന്നതാണ് കണ്ടെത്തൽ. ഇത് ജഡ്ജ് ഹണിയം വർഗീസ് അന്വേഷണത്തിലാണ് ഈ വിവോ മൊബൈൽ ഫോൺ താജുദ്ദീൻ്റെതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വിവോ ഫോണിലാണ് പരിശോധിച്ചെന്ന് കണ്ടെത്തിയത് തിരുവനന്തപുരത്തേക്ക് FSL ലാബാണ്. ഏതായാലും ആ റിപ്പോർട്ട് ഓക്കെ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു മെമ്മറി പോലെ ഇട്ട് തന്നതാണ്. ഓക്കെ, വിധി പറഞ്ഞ ജഡ്ജും ജഡ്ജിനെതിരെ വന്ന ആരോപണങ്ങളും ഒക്കെ കേസിൻ്റെ നാൾ വഴികളും കൂട്ടി വായിക്കലുകളും ഒക്കെ ആയിട്ട് നമ്മൾ ശരിക്കും പോകണം.
നിർബന്ധമായിട്ട് നമ്മൾ പോകണം. പോവാതിരിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇതിനകത്തില്ല. ഓക്കെ. പിന്നെ ഇതേ ജഡ്ജ് തന്നെ 2022 ഡിസംബർ 1 പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവർക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കലല്ല പ്രോസിക്യൂട്ടറുടെ ചുമതല, അവരുടെ ചുമതല സമൂഹത്തോടാണ്. ജസ്റ്റിസ് ഹണി എം വർഗീസ്. ഞാൻ സത്യത്തിൽ ഇത് കേട്ട് ഞെട്ടിപ്പോയി. അതായത് പ്രോസിക്യൂഷൻ്റെ പരിപാടി എന്താ? മാക്സിമം ഇരയായിട്ട് വരുന്നവർക്ക് നീതി മേടിച്ചു കൊടുക്കുക. സർക്കാരിലുള്ള വിശ്വാസം, നിയമത്തിലുള്ള വിശ്വാസം, ഇവിടുത്തെ സിസ്റ്റത്തിലുള്ള ഒരു വിശ്വാസം, അതാണ് ഒരു പ്രോസിക്യൂട്ടറോടുള്ള വിശ്വാസം. അല്ലാതെ പ്രോസിക്യൂട്ടർമാർ ഇത് ശിക്ഷ മേടിച്ചു കൊടുക്കാനല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണോ വെച്ച് പൂജിക്കാനോ? അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ച് വെച്ച് കൂട്ടി വായിക്കുക മലയാളികൾ. ഓക്കെ, അതൊരു സൈഡിലാണ് നിൽക്കട്ടെ. ഇനി അടുത്തത്, ഇവിടുത്തെ ഏറ്റവും വലിയ വേറൊരു ക്ലെയിമാണ് ഈ മഞ്ജു വാര്യർ, ലാല്, രമ്യ നമ്പീശൻ, അങ്ങനെ ഒരു കോൺസ്പിറസി ലൈനാണ്. സന്ധ്യ, അങ്ങനെ ഒരു കോൺസ്പിറസി ലൈനാണ് ഇതിനകത്ത്. ഇപ്പോൾ ദിലീപ് വന്ന് പറഞ്ഞതിൽ നിന്നും ബാക്കി ചുറ്റുപാടുമുള്ളവർ എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് ലൈന്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ലാലിൻ്റെ അന്നത്തെ കുറച്ച് ഇൻ്റർവ്യൂസും ലാൽ അന്ന് ഈ വിഷയങ്ങൾ നടന്ന സമയത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്കൊന്ന് നമുക്കൊന്ന്, ലാൽ ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ലാൽ ആദ്യം പറയുന്നു, ഇവർ ലഹരിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വന്നവർക്ക് ഡയറക്റ്റായിട്ട് നിന്നെ കൊട്ടേഷൻ തന്നൊരു മാഡമാണെന്ന് ആ ലേഡിയോട് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അവന്മാർ കൊട്ടേഷൻ ടീമാണല്ലോ എന്നുള്ളതല്ലേ പറയൂ. പിന്നെ പറയുന്നു ടെമ്പോവാനൊക്കെ കൂടെ എടുപ്പിച്ച് ഇങ്ങനെ ഒരു സംഗതി ചെയ്യുമ്പോൾ അതിനകത്തൊരു ഗൂഢാലോചന ഇല്ലേ? എല്ലാം ലാൽ തന്നെ പറയുന്നു. പിന്നെ ഈ ലഹരിയുടെ ആംഗിൾ എനിക്കറിയാൻ പാടില്ല അന്ന് എത്രത്തോളം ഈ ലഹരിയുടെ ഒരു ആംഗിൾ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പൾസർ പക്ഷേ ന്യൂസ് മിനിറ്റിന് റീസെൻ്റ്ലി ബെയിലെടുത്ത് ഇറങ്ങിയ സമയത്ത് 2024 ബെയിലിറങ്ങിയ സമയത്താണ് ന്യൂസ് മിനിറ്റിന് കൊടുത്തത് തോന്നുന്നു, 1 വർഷം മുമ്പ്. അന്ന് പൾസർ സംസാരിച്ചതിൽ ലഹരി അടിച്ചാണ് ഞാൻ കയറിയെന്നുള്ളത് ഉണ്ട്. ലാൽ എങ്ങനെ അത് കൃത്യമായിട്ട് ഈ ലഹരിയുടെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞു? അല്ലെങ്കിൽ അതൊരു വെറും ഡൗട്ടായിട്ട് പറഞ്ഞതാണോ? ലഹരി അടിച്ചവർക്കല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുദ്ദേശിച്ചതാണോ? അതൊരു ക്ലാരിറ്റി ഇല്ല. കാരണം ലാൽ ആ സ്പേസിലില്ല. ഇയാൾ ലഹരി ഉപയോഗിച്ചോ ഇല്ലേ എന്നുള്ളത് ഇനിയിപ്പോൾ ഈ ഇരയായ കുട്ടി ലാലിനോട് പറഞ്ഞോ, അതിൻ്റെ ഒരു മണം അടിച്ചോ, അങ്ങനെ അറിയില്ല. ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്ക് ഈ സാധനം ഞാൻ കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് കേട്ടൊരു ഐറ്റമാണ്. നിങ്ങളും കുറച്ചൊക്കെ ഓക്കെ. അപ്പോൾ ലാല് കൃത്യമായി പറയുന്നുണ്ട്, ഇവനെ പിടിച്ചു കൊടുത്തത് ലാലാണ് മാർട്ടിന് അഭിനയിച്ചു. അപ്പം തന്നെ സംശയം തോന്നി, അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് ഇവനായിട്ട് നടന്നു പോയി, ഇവൻ്റെ അഭിനയം അത്ര ശരിയായില്ല. ഞാനപ്പം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒന്ന് ഇവരുടെ വണ്ടിയാണ്, ഓക്കെ, ലാൽ ക്രിയേഷൻ്റെ വണ്ടിയാണ്, മാർട്ടിൻ ഈസ് ഫ്രം ദെയർ സൈഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺസ്പിറസി ലീഡ് ചെയ്യുന്നത് പൾസർ, മാർട്ടിൻ അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് നിൽക്കുന്നൊരു വ്യക്തി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരിങ്ങനൊരു പ്രവൃത്തി ചെയ്തതിന് ശേഷം ഇത്ര ഈസി ആയിട്ട്, അതും ലാലിൻ്റെ അടുത്ത് തന്നെ ചെല്ലൂ, ആ വീട്ടിലിറങ്ങിയിട്ട് അവൻ കൂളായിട്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെന്താ ചെയ്യുക സാധാരണ? ഇപ്പോൾ എവിടെയെങ്കിലും ഇറക്കിയിടാൻ അവിടെ ഇട്ടിട്ട് വണ്ടി ഇട്ടിട്ട് അവർ മുങ്ങും, അല്ല അവിടെ കിടന്ന് അഭിനയിക്കാൻ നിൽക്കും മാർട്ടിൻ ഇതൊക്കെ കഴിഞ്ഞ് പിടിച്ചതിന് ശേഷമാണ് ലാലിൻ്റെ പേരും മഞ്ജു വാര്യരുടെ പേരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഒരുത്തനൊരു ധൈര്യം കാണണമല്ലോ. ലൈക്ക് ഓക്കെ, നമ്മളൊക്കെ ഒരു അങ്ങനെ തോന്നിയിട്ട് ചിലപ്പോൾ പിന്നെ പിടിച്ചപ്പോൾ അയ്യോ ഒന്നും എന്നെ പിടിച്ചേ, ഇതൊക്കെ ഞാൻ എൻ്റെ തോട്ട്സാണ് പറയുന്നത്. ഞാൻ ഇതൊന്നും ശരിയാകുന്നില്ല. നമുക്കൊരു കോമൺ മാൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നുകയാണ്, ഐശാടാ അതിപ്പോൾ എന്താ അങ്ങനെ എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നുമല്ലോ. ആ തോന്നലിൻ്റെ മുകളിലാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഓക്കെ. ഇനി അടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ശ്രീലേഖ IPS അവർ കുറച്ച് അധികം കാലം എയറിലായിരുന്നു. ഭയങ്കര എയറിൽ പറഞ്ഞാൽ അവർ ദിലീപ് നിലത്ത് കിടക്കുന്നത് കണ്ടു, പായൽ കിടക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീലേഖ IPS ഒരുപാട് കാര്യങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോയിലെ ദ എക്സാക്റ്റ് സെയിം നറേറ്റീവാണ്, അല്ലെങ്കിൽ ആ സെയിം കാര്യങ്ങളാണ് ദിലീപ് ഓർത്തു എന്ന് പറയുന്നത്. ദിലീപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൂഢാലോചന ഫ്രം ദ പോയിന്റ് ഓഫ് പോലീസ്, ഫ്രം ദ മീഡിയ. ഞാൻ എറണാകുളത്ത് 12 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. കൂടാതെ DIG ആയി റേഞ്ചിലും IG ആയി
സെൻട്രൽ സോണിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് സിനിമാ മേഖലയിലുള്ള പലരും എൻ്റെ അടുത്ത് പല കാര്യങ്ങൾക്കായി വന്നിട്ടുണ്ട്. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന 2-3 നടിമാർ എന്നോട് ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പല ഭാഷകളിലും അഭിനയിച്ച് വന്നിരുന്ന സമയത്ത് പലതും പറഞ്ഞ് അടുത്തുകൂടി ഡ്രൈവറായിട്ട് വന്ന് വിശ്വാസ്യത പിടിച്ചു പറ്റി തട്ടിക്കൊണ്ടുപോയി മൊബൈലിൽ ഇതുപോലെ ചിത്രങ്ങൾ പിടിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 പേരോട് ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്ത് എന്തുകൊണ്ടാണ് പോലീസിൽ പറയാത്തത്, നമുക്കത് കേസാക്കി ഇയാളെ അകത്താക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞത് അത് എൻ്റെ ഒരു കരിയർ നശിക്കേണ്ട എന്ന് വിചാരിച്ചും കൂടാതെ പോലീസിൻ്റെ പുറകെ കേസുമായിട്ടൊക്കെ പോകണ്ട എന്നുള്ളത് കൊണ്ടും ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനഹാനി എനിക്കാണ് എന്നറിയാവുന്നത് കൊണ്ടും ഞാൻ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം. ഇതിൽ 2-3 നടികളുടെ കാര്യം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഇത് കുറേ പേരത് പറയാതെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഇയാളുടെ ആ സ്വഭാവം അതാണ് എന്നറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഒരു ദിവസം രാത്രി സന്ധ്യയ്ക്ക് ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇപ്പോഴും ഇല്ല, അന്നും ഇല്ല. കേട്ടല്ലോ, ഇത് പൾസർ സുനിയെ കുറിച്ച് അവർ പറഞ്ഞതാണ്. അപ്പോൾ പൾസർ സുനി എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ വെച്ച് തന്ന അവൻ സിനിമാ ഫീൽഡിൽ ഇങ്ങനത്തെ ഒരു മോഡസ് സ്ഥിരമായിട്ട് എടുക്കുന്നവനാണ്. അവൻ്റെ ഒരു മോഡസ് ഇതാണ്. അവൻ ഇതിനു മുമ്പ് ഈ ക്രൈം ചെയ്തിട്ടുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിലവൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അതിൽ ഇരകളുമുണ്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഗൂഢാലോചന എന്ന് പറഞ്ഞ ആസ്പെക്റ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോയി 8ാം പ്രതിയായ ദിലീപ് ഫ്രീ ആയി, പ്രതി അല്ലാതായി. അപ്പോൾ ഗൂഢാലോചന എന്ന് പറഞ്ഞ സാധനം നിലനിൽക്കുക അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ ഇറലവൻ്റ് ആവുന്നത് ഇവിടെയാണ്. കാരണം പൾസർ സുനി എന്ന് പറഞ്ഞവന് വേറൊരാൾ കൊട്ടേഷനോ ഗൂഢാലോചനയോ കൂടെ, അവൻ ചിലപ്പോൾ ഗൂഢാലോചന നടത്തിക്കണം, വേറൊരാൾ കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യം. കൊട്ടേഷൻ ആൻഡ് ഗൂഢാലോചന ഫ്രം അതർ പേഴ്സൺ ഇവിടെ നിലനിൽക്കില്ല എന്നുള്ളൊരു തോട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. വിധി പ്രസ്താവന വരുന്ന സമയത്ത് അതിനകത്ത് മേ ബി കാണാൻ പോണതായിരിക്കും പൾസർ സുനി സ്ഥിരം കുറ്റവാളിയാണ്. ഇതിനു മുമ്പും അവൻ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരു ഗൂഢാലോചന അല്ലെങ്കിൽ അവനൊരു മാനിപ്പുലേറ്റർ അല്ലെങ്കിൽ ഒരു ഇത് കൊട്ടേഷൻ കൊടുക്കേണ്ട ഒരാളുടെ ആവശ്യം അവന് ഇവിടെ ഇല്ല. അവൻ സ്വയമേവ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ സാധനം ഗൂഢാലോചന അവനും ഈ പറഞ്ഞ 6 പേരും നടത്തിയിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു പരിപാടിയാണ്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു എന്നാണെങ്കിലോ. ആദ്യം അറിഞ്ഞത് ജയിലിൽ കിടക്കമേ ഈ ആള് പൾസർ സുനി അല്ല, അയാളുടെ സഹതടവുകാരൻ ദിലീപ് എന്ന് പറയുന്ന നടന്റെ സുഹൃത്തായ നാദിർ ഷായെ ഫോണിൽ വിളിച്ചു എന്ന്. കാക്കനാട് ജയിലിലായിരുന്നല്ലോ കിടന്നിരുന്നത്. എല്ലാ സെല്ലുകളിലും വീഡിയോ ക്യാമറയുണ്ട്. അപ്പം അങ്ങനെ വീഡിയോ ക്യാമറ ഇട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പൾസർ സുനി കിടന്നുകൊണ്ട് കുറേ നേരം ഇങ്ങനെ തിരിച്ചും മറിഞ്ഞും കിടന്നുകൊണ്ട് വളരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതും ഫോണിൻ്റെ ഒരു റിഫ്ലക്ഷൻ മതിലിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇവരത് സമ്മതിച്ചില്ല. മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, ലാൻഡ് ഫോണിൽ നിന്നല്ല വിളിച്ചിരിക്കുന്നത്. ആ നമ്പർ അവൻ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ വിളിച്ചു എന്നൊക്കെയുള്ള അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾ അവൻ്റെ സഹതടവുകാരെയും ഒരുപാട് ചോദ്യം ചെയ്തെങ്കിലും അതിൽ നിന്നൊന്നും അവർ പറഞ്ഞില്ല. അവരൊരിക്കലും പറയില്ലല്ലോ. ഈ പൾസർ സുനിയോട് ഞാനും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വായെടുത്ത കള്ളമല്ലാതെ വേറൊന്നും പറയാത്ത ഒരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം പറയുന്നത്. പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു. അവനെയും അവൻ്റെ കൂട്ടുകാരെയും കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ജയിലിന്റെ ഗേറ്റ് കടന്നും അകത്തേക്ക് വന്നു. അത് ജയിൽ ഓഫീസേഴ്സ് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അയാളെ നിക്ക് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ജയിൽ ഓഫീസേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ഈ തടവുകാരെയും കൊണ്ട് അകത്ത് വരികയും അവർ തമ്മിൽ പൾസർ സുനിയുമായിട്ട് അയാൾ ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും എന്തോ കൈമാറുന്നത് പോലെ നടന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കിട്ടിയായിരുന്നു. ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫോൺ കോൾ പുറത്താവുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പുറത്താവുന്ന സമയം കൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിരുന്നു. ഫോൺ കയറ്റിക്കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനുമുള്ള സമയം ആ കോടതിയിൽ കൊണ്ടുപോകാനുള്ള പോലീസുകാരുടെ വരവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അയാൾ കൊണ്ടുവന്നതും പുറത്തു പോയപ്പോഴാണ്, തിരിച്ചു കൊണ്ടുപോയതും പുറത്തോട്ട് പോയ സമയത്താണ്. ഈ ഫോൺ വർഷങ്ങൾക്ക് ശേഷം വേറൊരു കൂട്ടുപ്രതിയുടെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് റിക്കവർ ചെയ്തു എന്നൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചു. അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിന് വിശദമായ ഒരു റിപ്പോർട്ട്
റെക്കോർഡിംഗ് സഹിതം ഇത് ഞാൻ കൊടുത്തിട്ട് അന്വേഷിക്കണം എന്ന് DGPയോട് അന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷെ അതിൽ എന്ത് അന്വേഷണം നടന്നു എന്നത് പല പ്രാവശ്യം ചോദിച്ചിട്ടും വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. പോലീസ് സഹായത്തോടു കൂടി ഫോൺ ലഭിച്ചു. ആ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തു പോലീസുകാരെ ഫോൺ ഉള്ളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്നു. ഇതിൽ അന്വേഷണത്തിലൊന്നും നടന്നിട്ടില്ല. കാരണം പോലീസുകാരുടെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു വ്യക്തി തന്നെ തുറന്ന് കാണിച്ച് അതിൽ അന്വേഷണം ചോദിച്ചിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാർ ഇതിലൊരു ഗൂഢാലോചന നടത്തിയോ എന്നുള്ള ചോദ്യം സ്ട്രോങ് ആവില്ലേ? ഇപ്പോൾ ഇവരുടെ ഈ തുറന്നു പറച്ചിലുകൾ സ്ട്രോങ് ആയി മാറുന്നുണ്ടോ? ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കാം. ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന് ഒരു കത്തെഴുതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു രേഖ പുറത്തു വന്നു. ആ കത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നെറ്റിൽ അവൈലബിൾ ആണ്, കാണാൻ പറ്റും. അത് പൾസർ സുനിയുടെ കൈയക്ഷരമല്ല, അവൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതിയതല്ല, അതെൻ്റെ സഹതടവുകാരനായിട്ടുള്ള വിപിൻ ലാൽ എഴുതിയതാണ് എന്ന് പറഞ്ഞു. ഈ ജയിലുകളിൽ ഒരു മേസ്ത്രി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എല്ലാ സെല്ലുകളിലും നമ്മളൊരു നേതാവിനെ, ഒരു ക്ലാസ് ലീഡേഴ്സിനെ, മോണിറ്ററിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ അതിൽ ഏറ്റവും കൊള്ളാവുന്ന ഒരുത്തനെ ഒരു നേതാവായിട്ട് തിരഞ്ഞെടുത്ത് അയാളെ കൊണ്ടായിരിക്കും റോൾ കോള്, മസ്റ്റർ, ഡിസിപ്ലിൻ, ഭക്ഷണ വിതരണം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വിപിൻ ലാൽ ഒരു മേസ്ത്രിയായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അയാൾക്കെതിരെയുള്ള കുറ്റം വലിയ കുറ്റമൊന്നുമല്ല, ഒരു ചീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ രഹസ്യമായിട്ട് ഒരു കത്ത് എഴുതി എന്ന് പറയുമ്പോൾ അത് പൾസർ സുനി എന്നുള്ള ആൾ പറഞ്ഞിട്ട് ഒരു സഹതടവുകാരനായിട്ടുള്ള വിപിൻ ലാൽ എഴുതി ഒരു സീലുള്ള കടലാസിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ സീലിൻ്റെ ഡേറ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 2017 ആയിരുന്നു എന്നാണ് ഓർമ്മ. അതിനകത്ത് ഒപ്പ് വെച്ചിട്ടില്ല, പക്ഷേ ഇത് സുനി എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ വിപിൻ ലാലിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളെ കൊണ്ട് നിർബന്ധിച്ച് പുറത്ത് പോയതിനു ശേഷം എഴുതിപ്പിച്ചതാണ്. അയാളുടെ ഈ കടലാസയുടെ കയ്യിലുണ്ടായിരുന്നു, അത് പറഞ്ഞത് അയാളോടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അയാൾ പുറത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ പോലീസുകാർ ചേർന്ന് ബലമായി പിടിച്ച് തടഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു രംഗവും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു. പല ചാനലുകളിലും അത് വന്നു. അയാൾ പറയുന്നുണ്ട് ഉറക്കെ ഇത് പോലീസുകാർ പറഞ്ഞ് ചെയ്യിച്ചതാണ്, ഇത് ഞാൻ എഴുതിയതാണ്, ആക്ടേഴ്സിനൊന്നും പങ്കില്ല എന്നുള്ളത് അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നത് അയാളെ തടഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സംഭവത്തിൽ ഒരു നടനെ വെറുതെ അങ്ങ് ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നടീനടന്മാരുടെ സംഘടന ചേർന്ന് ഈ സംഭവം അപലപിച്ച ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിലൂടെ ആദ്യമായി ഒരാൾ ഇതിൻ്റെ ഗൂഢാലോചനയുടെ പുറകിലുണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ ദിലീപ് എന്ന ഒരു ആക്ടറിൻ്റെ പേര് ഉയർന്നു കേൾക്കാൻ ഇടയാവുകയും ചെയ്തു. മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്, ഇന്നയാൾ പ്രതിയാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് പ്രതിയാണ്, ഇയാൾക്ക് 1.5 കോടി വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഒരു പ്രഷർ അങ്ങോട്ട് സഹിക്കാൻ വയ്യാതെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആളെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ്. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് ആളെ ആദ്യത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലൊന്നും കിട്ടാത്തത് കൊണ്ട് വിട്ടയച്ചു. വലിയ വിവാദമായി. പോലീസൊന്നും ചെയ്തില്ല, വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വാർത്തയായി, അതിന് ചർച്ചകളായി. കേസുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയും പ്രതിയെ കണ്ടുപിടിച്ച് ആരെങ്കിലും തലയിൽ ഇത് കെട്ടിവെച്ചിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് മാധ്യമങ്ങൾ കൊണ്ടുവരുമെന്ന്. അപ്പം അത്രയ്ക്ക് പ്രഷർ ചില സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലിൽ മാധ്യമങ്ങൾ കൊടുക്കാറുണ്ട്. ദിലീപിനെ പോലൊരു വ്യക്തിയെ പോലീസ് ഇതുപോലെ ചെയ്യുമോ? ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തി, സ്വാധീനമുണ്ട്, പണമുണ്ട്, അങ്ങനെ ഒരാളെ പോലീസ് ഇങ്ങനെ ഇത്രയും ഒരു കേസിൽ പിടിച്ച് അകത്താക്കി 85 ദിവസം ജയിലിൽ ഇടുവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എതിരാളി അത്രയ്ക്ക് ശക്തനാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും എന്നാണ് ബോധ്യമായിരിക്കുന്നത്. എഗെയിൻ ലെറ്റർ, ഈ ഒരു കേസിലെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ദിലീപ് ഒരു ലെറ്റർ കിട്ടിയതിനെ തുടർന്ന് അത് ബെഹ്റയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് മുതലാണ് ദിലീപ് ഇതിലേക്ക് വരുന്നതും ദിലീപിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നതും ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഈ കത്ത് തന്നെ ഒരു കോൺസ്പിറസി, കത്ത് തന്നെ ഒരു ഗൂഢാലോചനയാണോ എന്നാണ് ഇവിടെ ശ്രീലേഖ IPS ചോദിച്ചു വെക്കുന്നത്. പോലീസുകാർ ഇത് ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. പൾസർ സുനി ഭീഷണിപ്പെടുത്തി ദിലീപിന് കത്തെഴുതിച്ചു എന്ന് വിപിൻ ലാൽ 8 വർഷങ്ങൾക്ക് മുമ്പ് വന്ന വീഡിയോ ആണ് ഞാനിവിടെ പ്ലേ ചെയ്യാം. നടിയെ ആക്രമിച്ച കേസിൽ തന്നെ ഭീഷണിപ്പെടുത്തി ദിലീപിന് കത്തെഴുതിച്ചുവെന്ന് സഹതടവുകാരൻ വിപിൻ ലാൽ. പൾസർ സുനിയും ജയിലധികൃതരും ചേർന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ദിലീപിന് ലഭിച്ച കത്തിലെ കൈയക്ഷരം വിപിൻ ലാലിന്റേതെന്ന് കണ്ടെത്തിയിരുന്നു. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്നും ദിലീപിന് പങ്കില്ലെന്നും വിപിൻ ലാൽ. പൾസർ സുനി പറഞ്ഞത് ശരിയെന്ന് കൂട്ടുപ്രതിയായ വിഷ്ണു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ ആവാം, അറിയില്ല എന്നായിരുന്നു മറുപടി. പൾസർ സുനി ജയിലിൽ ഫോൺ വിളിച്ച കേസിൽ ഇരുവരെയും ഈ മാസം 10 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു.
സുനിയുടെ കസ്റ്റഡി റദ്ദാക്കണമെന്ന അപേക്ഷയും കാക്കനാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പോലീസ് മർദ്ദിച്ചത് സുനിയുടെ വാദവും അംഗീകരിച്ചില്ല. സുനിയുടെ ഭീഷണിയെ തുടർന്നാണ് ഞാൻ കത്തെഴുതിയത്. ജയിലധികൃതരെയും സുനിയുടെയും ഭീഷണിയെ തുടർന്നാണ് ഞാൻ കത്തെഴുതിയത്. ദിലീപിന് ഇതുമായിട്ട് ഒരു പങ്കുമില്ല. കേട്ടോ, ഇതാണ് ശ്രീലേഖ IPS പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷൻ നിങ്ങളോട് ഇതിൽ പറയാം. ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഗൂഢാലോചന, നല്ല രീതിയിലുള്ള ഫ്രെയിമിങ് ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ദിലീപിന് എഗെയിൻസ്റ്റ് ആവാം, അല്ലെങ്കിൽ ദിലീപിൻ്റെ കൂടെ നിന്ന് കേസ് അട്ടിമറിക്കാനാവാം. രണ്ട് രീതിയിലും നമുക്ക് പറയാം. ഇതിൽ വേറൊരു കോൺസ്പിറസി ഇപ്പോൾ വരുന്ന നറേറ്റീവ് ഉണ്ടല്ലോ, മഞ്ജു വാര്യർ, ലാല്, ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ദിലീപിനെ ഇതിലേക്ക് കൊണ്ടുവന്നു. അതിന് പൾസർ സുനി ഉപയോഗിച്ചു. മുതിർന്ന ഒരു IAS ഓഫീസർ അതിന് കൂട്ടുനിന്നു. അങ്ങനത്തെ ഒരു ആംഗിൾ ഇതിനകത്ത് ഇവർ വെക്കുന്നുണ്ട്. ഈ ഒരു ആംഗിൾ തുടക്കം മുതൽ പറയുന്നുണ്ട്. ഓക്കെ, തുടക്കം മുതൽ ഈ ഒരു ആംഗിൾ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ ലേഡി ഇത്രയും അനുഭവിച്ചു. ഒരു ഡോക്ടർ അവരെ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ട്സിനകത്ത് അവർക്ക് ഇത്രയും ഉപദ്രവം നേരിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലെ ചോദ്യം റെലവൻ്റ് ആണ്. ഗൂഢാലോചന എന്ന് പറഞ്ഞ ചോദ്യം ഇവരനുഭവിച്ചിട്ടുണ്ട്. 2012-13 കാലഘട്ടത്തിൽ മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ബന്ധം വേർപിരിയാൻ കാരണക്കാരി എന്ന് സംശയിച്ച് അവരോട് വൈരാഗ്യം തോന്നി 2013 സമയത്ത് മഴവിലഴകിൽ അമ്മ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ സമയത്ത് നടന്ന ഗൂഢാലോചന എന്ന് കേസിൽ കിടക്കുന്ന കാര്യത്തിന് 2018 ഓക്കെ 2018 അല്ലെങ്കിൽ 2017-18 കാലഘട്ടത്തിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. 2017 എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് 2012-13 ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് കേസിലിട്ട് കഴിഞ്ഞാൽ 2017 വരെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാതിരുന്നു, അല്ലെങ്കിൽ എന്തിനാ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് വരില്ലേ? ഇത് പ്രോപ്പറായിട്ട് ഞാൻ പറയാലോ, ഇതിൽ വൻ രീതിയിലുള്ള അട്ടിമറി ഏത് ആംഗിളിൽ നിന്നും നടക്കാം. ഇവിടെ പർച്ചേസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഞങ്ങൾ പൊളിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പിടിച്ച് അകത്തിടാനും ശ്രമിക്കാം. ഏത് ആംഗിളിലും ഇതിനകത്ത് പോലീസുകാർക്ക് കളിക്കാം. മനസ്സിലായോ? ഇതിലേത് ആംഗിളിലാണ് കളി നടന്നതെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇവിടുത്തെ സിസ്റ്റം കറപ്റ്റഡാന്നുള്ളത് മനസ്സിലായി. ഒരാൾക്കും നീതി ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതും മനസ്സിലായി. ആരെ വേണമെങ്കിലും പിടിച്ച് പ്രതിയാക്കാനും പറ്റും, ആരെ വേണമെങ്കിലും പിടിച്ച് പ്രതിയല്ലാന്നും പറയാൻ പറ്റും. മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ ഉണ്ടായാൽ മതി. ഒരാൾക്കും പ്രോപ്പറായിട്ട് നീതി ലഭിക്കും എന്നുള്ളതിന് എനിക്കൊരു ഉറപ്പും തരാൻ പറ്റില്ല. സാധാരണക്കാരനാണോ ഉദാഹവ, കാശുള്ളവൻ, പൊളിറ്റീഷ്യൻ, മതനേതാവ്, ബിസിനസ്മാൻ, ഹൈ പ്രൊഫൈൽഡായിട്ടുള്ള ആൾക്കാരാണോ? നിയമം നിങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. അതാണ് ഇപ്പോൾ ഈ കേസ് ആകെ മൊത്തത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഫുൾ ഡൗട്ടാണ് ഇതിനകത്ത്. എവിടെ തൊട്ടാലും ഉണ്ടല്ലോ അവിയൽ പരുവത്തിൽ ഈ കേസ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. അത്രയും കറപ്റ്റഡായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ 6 പേര് കുറ്റക്കാരാണെന്ന് പറയുന്നു. ആ കുറ്റക്കാർക്കെങ്കിലും ശിക്ഷ കിട്ടട്ടെ എന്നുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറ്റക്കാരായിട്ട് കണ്ടവരെങ്കിലും ശിക്ഷിക്ക്. മനസ്സിലായോ? കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് പുറത്ത് വിട്ടവർക്കെതിരെ ഇനി പരാതിപ്പെട്ടു പോവുകയാണെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ ആ രക്ഷപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ കുറ്റക്കാരല്ല എന്ന് വിധി വന്ന ദിലീപ് അടക്കം, ഇപ്പോൾ ദിലീപിന് തോന്നുകയാണ് എനിക്കെതിരെ നടന്ന ഫ്രെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ ദിലീപ് കേസ് കൊടുക്കുക. കാരണം ദിലീപിന് വാദിക്കാൻ മാത്രം പോയിന്റുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ദിലീപിനെ ഫ്രെയിം ചെയ്തു എന്നുള്ളൊരു ആംഗിളിലേക്ക് ദിലീപിന് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എലമെന്റ് ഓഫ് ഡൗട്ട് അതും കിടക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ നാട്ടുകാർക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അത്രയേ ഉള്ളൂ പരിപാടി.